ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമാണല്ലോ. ഇതാണ് സംഘപരിവാർ അജണ്ട. ആ അജണ്ട നടപ്പിലാക്കാനാണ് ആഭ്യന്തരമന്ത്രി തയ്യാറായത്. ആ ഭീഷണിയാണ് നിരവധി തവണ അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ ഉയർത്തിയത്. ഇതിലാണ് നാം ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ തയ്യാറായത്. നമ്മുടെ സംസ്ഥാനമാണ് ആദ്യമായും ഈ കാര്യത്തിൽ അന്ന് പ്രതികരണം രേഖപ്പെടുത്തിയത്. കാരണം ഇത് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്ന ഒന്നാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പൗരത്വ നിയമ ഭേദഗതിയായാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററായാലും ദേശീയ പൗരത്വ രജിസ്റ്ററായാലും ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ആദ്യം നമ്മുടെ നാട് പ്രഖ്യാപിച്ചു എന്നത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇതിൽ സർക്കാർ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നിലപാടെടുക്കുന്നതിനാണ് മുൻകൈയെടുത്തത്. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ഒരുമിപ്പിച്ചുള്ള പ്രക്ഷോഭത്തിന് ആ ഘട്ടം നാം സാക്ഷ്യം വഹിച്ചു. തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു. അതിൽ എല്ലാവരും പങ്കെടുത്തു. എല്ലാ വിഭാഗവുമുണ്ടായി, പ്രതിപക്ഷവുമുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ഒട്ടേറെ ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയുണ്ടായി. ഇവിടെയും ആ ഘട്ടത്തിൽ ഒരു മഹാറാലി നടന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ടു. അതിലെല്ലാം നാം നടത്തിയ പ്രഖ്യാപനം RSS അജണ്ട നടപ്പാക്കില്ല എന്ന് തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായി സർവകക്ഷി യോഗം ചേർന്നു. മാത്രമല്ല പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നു. ആ നിയമസഭാ സമ്മേളനത്തിൽ ഏകണ്ഠമായി പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണം എന്ന പ്രമേയം നിയമസഭ അംഗീകരിക്കുന്ന നിലയുണ്ടായി. ഇതെല്ലാം ഒരു നിയമസഭ എന്ന നിലക്ക് ആദ്യമായി ചെയ്തത് കേരള നിയമസഭയായിരുന്നു എന്ന് നാം ഓർക്കണം. മാത്രമല്ല കേരളത്തിൻ്റെ പൊതുവികാരം രാജ്യത്തെ ആകെ അറിയിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് ആ ഘട്ടത്തിൽ കത്തുകളയച്ചു. ആ കത്തിൽ ഇതിനകത്ത് ഈ പ്രശ്നത്തിൽ എല്ലാവരും യോജിക്കാൻ തയ്യാറാവണം, മതനിരപേക്ഷത സംരക്ഷിക്കാൻ മുൻകൈയെടുക്കണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. മാത്രമല്ല സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസും ഫയൽ ചെയ്തു. അത് സുപ്രീം കോടതിയുടെ പരിശോധനയിലിരിക്കുകയാണ്. ഇതും സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. മാത്രമല്ല നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, നിങ്ങളിൽ പലരും അതിൽ പങ്കാളികളായവരായിരിക്കും. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ
ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കും, മതാടിസ്ഥാനത്തിൽ പൗരരെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ ഒരുമ പ്രഖ്യാപിക്കും വിധം LDFിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ആ ഘട്ടത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നാം കാണേണ്ടത് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ വലിയ ആശങ്കയിൽ കഴിയുന്ന അനേക ലക്ഷം, അനേകം കോടികൾ ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ അനേകം കോടി ജനങ്ങൾ ആശങ്കയിലും ഭയത്തിലും കഴിയുകയാണ്. എന്താകും തങ്ങളുടെ ഭാവി? ഇവിടെ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുമോ? ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനോടൊപ്പം ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ദേശീയ പൗരത്വ രജിസ്റ്ററുമൊക്കെ നടപ്പാക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി ഇന്ന് പൗരരായിരിക്കുന്നവർക്ക് നാളെ പൗരരായിരിക്കാൻ കഴിയുമോ? പൗരരായിരിക്കുമോ? ഇത്തരത്തിലുള്ള ആശങ്ക, ഭീതി, ഉത്കണ്ഠ, ഇങ്ങനെ കോടാനുകോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് കഴിയുകയാണ്.